എല്ലാരോടും ഒരു ദുഃഖ വാർത്ത പറയാനുണ്ട്. ഇവിടെ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സാറിന് അൽഷൈമേഴ്സ് ആണ് തോന്നുന്നു. മറവി രോഗത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും മൂപ്പര് കാണിക്കുന്നുണ്ട്. അതല്ലേ എനിക്ക് മനസ്സിലാകാത്തത്. മനസ്സിലാക്കി തരാടോ. അതൊന്നും ഇവിടെ വിഷയമല്ലല്ലോ. കിട്ടാവുന്നിടത്തോളം കാശരാക്ക. നാട്ടുവാഴുന്ന ജനാധിപത്യമല്ലേ. അധികാരം പിടിച്ചെടുക്കാൻ പണം വേണം, അണികളെ നിലക്കി നിർത്താനും. ദൈവത്തിന് ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അതൊന്നും ഇവിടെ വിഷയമല്ലല്ലോ. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പരസ്പരം അറിയാവുന്നതുകൊണ്ട് കൂടുതൽ വളച്ചു കെട്ടുന്നില്ല. ഒന്നും എനിക്ക് കമ്പനിയിൽ എന്നെ ഇതിന്റെ ഇടയിൽ കൂടെ നിർത്തിയിരിക്കുന്ന. പക്ഷെ കടകംപള്ളി പോറ്റി ഫ്രണ്ട്ഷിപ്പിന്റെ കൂടുതൽ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോ പെട്ടെന്ന് കടകംപള്ളി സാറിന് ഓർമ്മശക്തി തിരിച്ചിട്ടി. ഫ്ലാഷ് ബാക്ക് അവതരിപ്പിച്ച് അദ്ദേഹത്തെ വികാരാധീനാക്കരുത് കല്യാണം. ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോ അവനറിയാലോ, ഞങ്ങൾ തിക് ഫ്രണ്ട്സ് ആണ് സാറേ. പോറ്റിയും കടകംപള്ളിയും തമ്മിൽ മച്ച ബന്ധാണെന്നും പോറ്റിയുടെ വീട്ടിലേക്ക് കടകംപള്ളി സാർ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടെന്നും പോറ്റിയുടെ അയൽവാസികൾ പറയണ്ടല്ലോ. ശരിയാണോ? പോറ്റി എന്നെ വിളിച്ചിട്ട് യാത്രാ മധ്യേ അയാളുടെ വീട്ടിൽ ഒരു കുട്ടിയുടെ ചടങ്ങുണ്ട്. കാര്യമായിട്ടാണ്, നമ്മുടെ ജില്ലയിൽ തന്നെയാണ്, റോഡിന്റെ അടുത്ത് തന്നെയാണ്. ഒന്ന് ആ ചടങ്ങിലൊന്ന് പങ്കെടുത്തിട്ട് പോകണമെന്ന് സ്നേഹപൂർവ്വം എന്നെ നിർബന്ധിക്കുന്നു. വാരിക്കോരി കൊടുക്കുന്ന സ്വഭാവമാണല്ലോ. ഞാൻ ഉദാരമതികളായിട്ടുള്ള നല്ല മനുഷ്യരെ കണ്ടാൽ അവരോടെല്ലാം തന്നെ പാവപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും സഹായം നൽകണമെന്ന് പറയാറുണ്ട്. എന്ത് ചെയ്യാം, ഉദാരമതിയായ കടകംപള്ളി സാറിന്റെ മനസ്സ് മനസ്സിലാക്കാൻ ആരുമില്ല. പന്തളത്തി വന്നപ്പോ പന്തം കൊളത്തി പട. പടയല്ല, പെടയാണ്. നല്ല പെടയാണെന്ന് എനിക്ക് വെച്ചു തരേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. 10 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമല്ലേ. അവിടെ ചടങ്ങ് നടന്നു എനിക്കറിയാം. എന്ത് ചടങ്ങാണെന്ന് കൃത്യമായിട്ടൊന്നും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. ഇയാൾക്ക് പിരാന്താണെന്നുള്ളതിന് ഇതിലും വലിയ തെളിവ് ഇനി എന്താണ് വേണ്ടത്? ഇത്രയും പ്രായമുള്ള അപ്പൂപ്പനെയാണോ കടകംപള്ളി സാറേ കുട്ടിയെന്ന് പറഞ്ഞത്? കുട്ടിയുടെ ഫംഗ്ഷൻ അല്ല, അവിടുത്തെ കുട്ടിയുടെ അപ്പൂപ്പന്റെ അല്ലെന്നുണ്ടെങ്കിൽ പോറ്റിയുടെ അച്ഛൻ പോറ്റിയുടെ എന്തോ തരത്തിലോ ഒന്നുകിൽ സപ്തതിയാകാം, അല്ലെങ്കിൽ 84 വയസ്സാകാം, അല്ലെങ്കിൽ നവതിയാകാം. എനിക്ക് അതും കൃത്യമായിട്ട് അറിയാല. എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? പറഞ്ഞ വിശ്വസിക്കോ? ഇല്ല, വിശ്വസിക്കില്ലേ? എന്റെ മതി, നിന്റെ ചായ കുടി. അഹങ്കാരി എന്താ നീയൊക്കെ? ചെമ്പായിട്ടുണ്ടെങ്കിൽ കുട്ടി പെട്ടെന്ന് അപ്പൂപ്പനായാൽ എന്താ പ്രശ്നം അല്ലേ കടകംപള്ളി സാറേ? നിങ്ങൾ എന്താണ് എന്നോട് ഇങ്ങനെ നികൃഷ്ടമായി പെരുമാറുന്നത്? ഞാൻ ഒരു ഉപഹാരം കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഫ്രൂട്ട്സ് കടക്കുന്നതായിട്ടുള്ള സാധനമാണ്. ഞാനതൊന്നും എടുത്തിട്ട് പോയിട്ടുള്ളതല്ല. അവിടെ വാങ്ങി വെച്ചിരുന്നത് ഞാൻ എടുത്ത് കൊടുത്തതായിരിക്കാനാണ് സാധ്യത. അല്ലാതെ ഞാൻ കൃത്യമായിട്ട് ഓർമ്മയില്ല. മീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി എന്നൊരു പാട്ടുണ്ടല്ലോ. അതുപോലെയാ ഇപ്പൊ എന്റെ അവസ്ഥ. എന്തോ തകരാറുണ്ട്. ഇത്തരം മറവി രോഗത്തിന് ബെസ്റ്റ് ഈടി തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. ആ ഡോക്ടർ ഇനിയും വരികയാണെങ്കിൽ കടകംപള്ളി സാറിന്റെ എത്ര ഘടകങ്ങൾ ഇനിയും നമ്മൾ കാണേണ്ടി വരുമോ? നിനക്ക് ഗുരു ഉണ്ട് പോകൂടാ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തിയോ?